ലൂക്ക 6:36 പറയുന്നുണ്ട്, എൻ്റെ സ്വർഗസ്വനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായി. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈശോ എങ്ങനെയൊക്കെയാണ് കരുണ പ്രവർത്തിച്ചതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് എങ്ങനെയാണ് കരുണ പ്രവർത്തിക്കാൻ പറ്റുന്നത്? ഈശോ വന്ന് പറഞ്ഞ് കാണിച്ചെല്ലാം തന്നു. എന്നിട്ട് നമ്മുടെ പ്രവർത്തനത്തിൽ കുറവ് വരുന്നതായിട്ട് ഈശോ കണ്ടതുകൊണ്ടാണ് 1930 മുതൽ 35 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ഈശോ വിശുദ്ധ ഫൗസ്തീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഈശോ വിശുദ്ധ ഫൗസ്തീനയോട് പറയുകയാണ്, നിങ്ങൾ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യണം. നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ മത്തായി സുവിശേഷകൻ പറയുന്നുണ്ട്, 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈശോ ഇങ്ങനെ ചോദിക്കും, അന്ത്യവിധിയുടെ സമയത്ത് ഇങ്ങനെ ചോദിക്കും, ഇത് അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അല്ലേ? ദാഹിക്കുന്നവർക്ക് കൊടുത്ത്, തടവുകാരെയൊക്കെ സന്ദർശിച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. ശരി, നമുക്ക് അവിടെ എത്തണ്ടേ? ഈശോയുടെ മുമ്പിൽ എത്തണ്ടേ? നമുക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള ചോദ്യമാണ്. പരീക്ഷ ഇപ്പം 10ാം ക്ലാസ്സിൽ എത്താതെ 10ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടില്ല. നമുക്ക് 10ാം ക്ലാസ് വരെ എത്താനായിട്ട്, അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നിടം വരെ നമുക്ക് എത്താനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈശോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യത്തെ ക്ലാസ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച്, കാരണം നമ്മൾ ആളെ അപ്പടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻ പോലും കുറയും അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യിക്കുമോ? ഇല്ല. അപ്പോൾ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കുറവുണ്ട്. കാരണം ഇവിടെ എന്നെ മാത്രം സ്നേഹിച്ചോളാം എന്ന് ഉറപ്പ് ഈശോയ്ക്ക് കിട്ടി കഴിയുമ്പോൾ തന്നെ ഈശോ നമുക്ക് ഈ വലിയ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും എഴുതേണ്ടതായിട്ട് വരികയില്ല. അപ്പോൾ ഈശോ ഇങ്ങനെ ഒരു വിശുദ്ധ ഫൗസ്തീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നീ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യണം. മനുഷ്യകുലം മുഴുവൻ നിൻ്റെ സഹോദരങ്ങളോടൊക്കെ നീ പറയണം, കരുണയുടെ പ്രവൃത്തി ചെയ്യണം. സ്വാഭാവികമാണല്ലേ? നമ്മളെപ്പോലെ തന്നെ വിശുദ്ധ ഫൗസ്തീനെ ചോദിച്ചിട്ടുണ്ടാവും, ഈ പറഞ്ഞതൊക്കെ ചെയ്താൽ പോരെ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈശോ പറഞ്ഞു, 3 വഴികളിലൂടെ നിനക്കിത് ചെയ്യാം. ഏതൊക്കെ വഴികളിലൂടെയാണ്? വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി വായിച്ചവരുണ്ടോ ഇവിടെ ആരെങ്കിലും? വായിച്ചിട്ടില്ലേ? 2000 വിശുദ്ധ ഫൗസ്തീനനെ ജോൺ പോൾ മാർപ്പാപ്പ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ 26 വർഷമായി. അന്ന് മുതൽ ഈ ഡയറി ഇങ്ങനെ ഉണ്ട്. ഔദ്യോഗികമായിട്ട് 2010 തോന്നുന്നു ഇറങ്ങിയേക്കുന്നത്. ഇത്രയും വർഷം ഇരുന്നിട്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലായ ഒരു വിശുദ്ധയുടെ ചരിത്രം ഈശോ പറഞ്ഞു കൊടുത്തിട്ട് അതാരും വായിച്ചിട്ടില്ലേ? എന്നാൽ ഇനി തൊട്ടൊന്നും വായിച്ചോളൂ. ഞങ്ങൾ കരുണയുടെ ഡയറി ബൈബിൾ കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. കാരണം ഒത്തിരി കാര്യങ്ങൾ ഈശോ വിശുദ്ധ ഫൗസ്തീനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള, മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുള്ള ജീവചരിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വായിച്ചിരിക്കണം. അതിൽ 3 വഴികളാണ് പറയുന്നത്. 1 പ്രവൃത്തി, 2 വാക്ക്, 3 എന്തായിരിക്കും? പ്രാർത്ഥന. അപ്പോൾ നമുക്ക് ഒരാളെ സഹായിക്കാൻ, നമുക്ക് കരുണയുടെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് 3 വഴികളുണ്ടെന്നാണ് പറയുന്നത്. 1 നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, 2 വാക്കുകൊണ്ട്, 3 പ്രാർത്ഥന. ഈശോ ഇത് 3 നമ്മളെ കാണിച്ചു തന്നായിരുന്നു. പ്രവൃത്തി കൊണ്ട് കാണിച്ചു തന്നത് ഏതാ? കരുണ കാണിക്കാനായിട്ട് കരുണയുടെ പ്രവൃത്തി കാണിച്ച നല്ല സമറിയക്കാരൻ്റെ ഉപമ അത് നമുക്ക് അറിഞ്ഞൂടെ? അവൻ കഴുതപ്പുറത്ത് വന്നു, അറിയാം, ലേവായൻ വന്നു, പുരോഹിതൻ വന്നു, അവരൊക്കെ കടന്നുപോയി. അവസാനം ഒരു സമറിയക്കാരൻ വന്നു. അവന് ചെയ്ത 3 കാര്യങ്ങൾ. അവൻ കഴുതപ്പുറത്തുനിന്ന് താഴേക്ക് ഇറങ്ങി, അവനെ മുറിവൊക്കെ വെച്ച് കെട്ടി അവനെ കൊണ്ടുപോയിട്ട് സത്രത്തിൽ ഏൽപ്പിച്ചു. അവൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം അവനതിനെ കൊടുത്തു. ഒരു നല്ല കാര്യം. അപ്പോൾ ആ യുവാവിനോട് ഈശോ പറയുന്നുണ്ട്, ആ സമറിയക്കാരനെ പോലെ നീയും. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഇനി വരുന്ന വഴിക്ക് ഇനി ഒരാൾ വീണ് കിടന്നാൽ അയാളെ എടുത്തിട്ട് സത്രത്തിൽ കൊണ്ടാവുക എന്നാണോ? ഇല്ല. ഈ കരുണയുടെ പ്രവൃത്തി നമ്മുടെ കുടുംബത്ത് തന്നെയുണ്ട്. ആദ്യം നമ്മൾ കരുണയുടെ പ്രവൃത്തി ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്. നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ വയ്യാതെ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കരുണ കിട്ടാതെ ജീവിക്കുന്നവരില്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തില്ലേ? അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലില്ലേ? ആ കരുണ കിട്ടാത്തവരെ തേടി നടക്കാതെ നമ്മുടെ മുമ്പിൽ വന്ന് വീണിട്ട് ഞാൻ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ ഞാൻ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ നടന്നു വരുന്ന വഴി ഇറങ്ങാം എന്ന് വിചാരിച്ചിരുന്നാൽ അവസാനം വരെ ഈ പ്രവൃത്തിയൊന്നും ചെയ്യാനായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ, കരുണയുടെ പ്രവൃത്തി നീ വല്ലതും ചെയ്തോ? അതിന് എൻ്റെ മുമ്പിൽ ആരെങ്കിലും വീണ് വന്നിട്ട് വേണ്ടേ എന്ന് പറയേണ്ടതായിട്ട് നമുക്ക് വരും. അതുപോലെ തന്നെ വാക്കുകൊണ്ട് ഈശോ കരുണ കാണിച്ചത് ആരോടാ?
ബൈബിളാണ് ഞാൻ ചോദിക്കുന്നത്, കരുണ ഡയറി അല്ല കേട്ടോ, ബൈബിളാണ്. ഈശോ വാക്കിലൂടെ കരുണ കാണിച്ചത് പാവനിയായ സ്ത്രീയോട്. പിന്നെ സഖ്യബൂസിനോട്, നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ ചെറുക്ക. അവനെ വിളിച്ച് ഇറക്കി കൊണ്ടുപോയി പറഞ്ഞു, എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് പറഞ്ഞു. അവൻ്റെ കൂടെ ആ ഇടപെടൽ, അവിടെ നടത്തിയ ആ സംസാരവും പ്രവർത്തനവും മുഴുവൻ സഖ്യബൂസ് ആരായി മാറി? ശരിക്കും പറഞ്ഞാൽ ഒരു വിശുദ്ധനായിട്ട് അവൻ മാറുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന ആ ജീവിതത്തിൽ നിന്ന് പുതിയൊരു ജീവിത രീതിയിലേക്ക് കിടക്കുന്നതായിട്ട് കാണാം. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് ഈ മിനിസ്ട്രി ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ പല മിനിസ്ട്രികളിലും പോയിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടൊരു മിനിസ്ട്രി, ഇവിടെ ആരും കുറ്റം പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളാണ് കൂടുതലും, ആണുങ്ങൾ കുറച്ചേ ഉള്ളൂ. എന്നാലും ഇവിടെ പരദൂഷണമില്ലാത്ത, പരസ്പരം കുറ്റം പറയാത്ത, പരസ്പരം അംഗീകരിക്കുന്ന ഒരു സമൂഹത്തെയാണ് എനിക്കിവിടെ വന്നപ്പം കാണാം. അപ്പം ഞാനിത് വിശുദ്ധമായൊരു സ്ഥലം എന്ന് തന്നെയാണ് ഞാൻ അംഗീകരിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് ആരെയെങ്കിലും ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ട്, അതെന്നോട് കരുണ പ്രവർത്തിച്ചല്ലോ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഞാനിന്നിങ്ങനെ വരുന്ന വഴിക്ക് ഈശോ ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നണേ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ചോദിച്ചാൽ ഇതെന്താ നീ ഇപ്പോൾ എന്നോട് ഇതിങ്ങനെ പറയണേ? എനിക്ക് കേൾക്കുമ്പോഴേ ചിരിക്കും. ഞാൻ ഈ ഭാഗം ബൈബിള് വായിച്ചാൽ ഞാൻ അപ്പോൾ ഇരുന്ന് ചിരിക്കും. കേൾക്കാൻ ചെവിയുള്ളതിൻ്റെ പിന്നെ ഇങ്ങനെ എന്താ ഈശോ ഇങ്ങനെ പറയണേ? ചെവിയുള്ളവരല്ലേ അവിടെ കേൾക്കാൻ ചെന്നിരുന്നിട്ടുണ്ടാവും, പിന്നെ എന്തുകൊണ്ട് ഈശോ കേൾക്കാൻ ചെവിയുള്ള എന്നേ പറയും. പക്ഷേ എനിക്കത് മനസ്സിലായി, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളെല്ലാം കേട്ടിട്ട് വിട്ടുകളയും. ദൈവം തന്ന ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഞാനിവിടെ തന്നെ നിന്നിട്ട് കുറേ കാര്യങ്ങൾ പറയാറുണ്ട് അനുഭവങ്ങളിലൂടെ. എനിക്കിങ്ങനെ ഒരു അനുഭവം കിട്ടി, അതിലൂടെ ഇങ്ങനെ കിട്ടി. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന്. അതിലെനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത് കഴിഞ്ഞൊരു സാക്ഷ്യത്തിൽ മാത്രമാണ്. ഒരു ചേച്ചി പറഞ്ഞു, സിസ്റ്റർ എണ്ണ പുരട്ടുന്ന കേട്ട് ഇപ്പം ഞാൻ പോയി എണ്ണ പുരട്ടി എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരു സാക്ഷ്യപ്പെടുത്തലിന് പ്രതിഫലനം ഉണ്ടായല്ലോ. ഇതുപോലെ ഞാൻ നിങ്ങളോടും ചോദിക്കുന്നത്, നമ്മൾ കേട്ട് മറന്നു കളയുകയാണോ? അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേട്ട കാര്യങ്ങൾ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഞാൻ ഒരുക്കുന്നുണ്ട് രക്തസ്രാവക്കാരി സ്ത്രീയുടെ വായനയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാനും പോയി ഈശോയെ ഒന്ന് തൊട്ടൊരു അനുഭവം കിട്ടിയത്. അത് എനിക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? നമ്മുടെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലുള്ള ഫാദർ സിജോ തയ്യാലക്കൽ അച്ഛൻ്റെ ഒരു ജീവചരിത്രം യൂട്യൂബിലൂടെ ഞാൻ കേട്ടതാണ്. അച്ഛൻ പറയാണ്, അച്ഛൻ്റെ നാവിൽ ക്യാൻസറിൻ്റെ ഇതുകൾ വന്നു. അപ്പോൾ അച്ഛൻ അമല ഹോസ്പിറ്റലിൽ ചെന്നു, ബയോപ്സിക്ക് എടുക്കുകയാണ്. ബയോപ്സിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ക്യാൻസറാണെങ്കിൽ അറിയാമല്ലോ, സംസാരിക്കാനേ പറ്റില്ല, ഒന്നും പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിലിരിക്കുമ്പോൾ അച്ഛൻ കുർബാനയ്ക്ക് ചെന്നു. കുർബാന അച്ഛനായിട്ടില്ല, ഡീക്കനാ. കുർബാനയ്ക്ക് പങ്കെടുത്തു. ഈശോയെ സ്വീകരിച്ചപ്പോൾ ആ ഈശോയെ കൊണ്ടുപോയി ഈ മുറിവുള്ള സ്ഥലങ്ങൾ, അൾസറാണ് വായനറേ, മുറിവുള്ള സ്ഥലത്തേക്ക് ഈശോയെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ആദ്യ ദിവസമൊന്നും ഒന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇത് തന്നെ ചിന്തിച്ച, രക്തസ്രാവക്കാരി സ്ത്രീ അവിടെ വസ്ത്രത്തിൽ തൊട്ടെങ്കിൽ എനിക്ക് ഈശോയുടെ ഹൃദയത്തെ തൊട്ടിട്ട് പറയണം. മൂന്നാമത്തെ ദിവസം അച്ഛൻ്റെ വായിലത്തെ അൾസർ മാറുക മാത്രമല്ല, ബയോപ്സി റിസൾട്ടിലൊന്നും ഒന്നുമില്ല. അന്ന് അച്ഛനെടുത്തൊരു തീരുമാനമാണ്, ഇനി എൻ്റെ ജീവിതം, എൻ്റെ നാവ് ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ഒരു തീരുമാനം അച്ഛൻ്റെ വാക്കിൽ നിന്ന് അത് ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ മനസ്സിലതൊന്ന് പതിഞ്ഞിരുന്നു, ഈ വസ്ത്രത്തെ തൊട്ട് വേണമല്ലോ എന്ന്. അപ്പോൾ ഈശോയുടെ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു പോകണം, ഞാനും ഈശോയുടെ തൊട്ടിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ ആ കുട്ടിക്ക് അല്ലെങ്കിൽ എനിക്കൊരു അനുഭവം നിന്നെ ഞാൻ തൊട്ടു എന്നൊന്ന് എന്നെ ഒന്ന് മനസ്സിലാക്കിച്ച് തരാവോ എന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. ഈശോ തൊട്ടു എന്ന് മാത്രമല്ല, എൻ്റെ ട്യൂമർ കാലിൽ നിന്ന് പോവുകയാണ്. അതിൻ്റെ പിന്നിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ സങ്കീർത്തനം വായിക്കുക എന്ന കാര്യം. ഈ സങ്കീർത്തനം വായിക്കുക എന്ന് പറഞ്ഞതും ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ ആശയം കൊണ്ടോ അല്ല ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു ടോക്ക് ഫാദർ ദാനിയൽ ഫോണത്തലിച്ചൻ്റെ കേൾക്കുകയാണ്. അച്ഛൻ പറയുകയാണ്, അച്ഛനോട് ഒരു സ്ത്രീ പറയുകയാണ്, ഭയങ്കര ഒരു പ്രശ്നം സ്ത്രീ പറഞ്ഞപ്പോൾ അച്ഛൻ ആ സ്ത്രീയോട് പറഞ്ഞു, അച്ഛനിങ്ങനെ എന്താ പോംവഴി കൊടുക്കണ്ടേ എന്നും പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അച്ഛന് പരിശുദ്ധാത്മാവ് ഇൻസ്പിറേഷൻ കൊടുക്കുന്നു, സങ്കീർത്തനം വായിക്കാൻ പറയും. അപ്പോൾ അച്ഛൻ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞ് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലെ തന്നെ എന്ത് ചെയ്തു? 2-3 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ 109 സങ്കീർത്തനവും വായിച്ചു കഴിഞ്ഞാൽ അച്ഛനെ വിളിച്ചു. അച്ഛനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവരോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു.
അവരുടെ അച്ഛൻ ഒന്നും മിണ്ടിയില്ല, ആന്ന് മാത്രം വെച്ചു. അതിന് അച്ഛൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വായിച്ചു തീർക്കാൻ ആർക്കാ പറ്റാത്തത്? നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്നത് പോലെയല്ല ബൈബിള് വായിക്കേണ്ടത്. ബൈബിൾ അനുഭവത്തിലൂടെ വായിക്കണം, പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കണം. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ആ പ്രശ്നത്തിൽ മറികടക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അച്ഛനും ഈ ഒരു സംഭവം ഇൻസ്പിറേഷൻ എടുത്തു. അച്ഛൻ ഡൽഹിയിലായിരുന്നു ആ സമയത്ത്. യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് ഈ ടോക്ക് കേൾക്കാം. അപ്പോൾ അച്ഛൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പ്രശ്നം, അപ്പോൾ അച്ഛൻ അടുത്ത് പള്ളിയിൽ കയറി അച്ഛനും കൂടി ഈ സങ്കീർത്തനങ്ങൾ വായിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആരാധിച്ച് തുള്ളി ചാടി. അത് അച്ഛൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അനുഭവമായിട്ട് തോന്നും. ഞാൻ പറയുന്ന പോലെ ഭയങ്കര തീഷ്ണതയുടെ ആൾ പറയും. എന്നിട്ട് ആടെ പ്രശ്നം അതാ പോയി. അച്ഛൻ പറയുകയാണ്, അച്ഛൻ ഒരാഴ്ച 1.5 കണ്ട് അവിടെ ഉണ്ടായിരുന്നു. അവർ ഫുൾ ടൈം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞും കാടിയും കൂവിയും എന്ന് പറയാം. അത്ര അനുഭവിക്കാൻ പറ്റുമോ അത്ര അനുഭവിച്ചു. അച്ഛൻ്റെ പ്രശ്നം സോൾവായി. പരിശുദ്ധ കുർബാന വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ബൈബിള് വയ്ക്കുന്നെങ്കിൽ ഈ ബൈബിള് ഈ വചനം തന്നെയാണ് മാംസമായിട്ട് പരിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാനയിൽ. അതെനിക്ക് ഈശോ ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. ഇല്ലെങ്കിൽ ഞാനിവിടെ നിന്നിട്ട് നിങ്ങളോട് എന്ത് പറയുമായിരുന്നു? സങ്കീർത്തനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ നടക്കും. ഈ വചനം ജീവിക്കുന്നതാണ് പരിശുദ്ധ കുർബാന എന്നൊരു ബോധ്യം കൂടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം ഈശോ അതെനിക്ക് പറഞ്ഞു തന്നതും ബോധ്യപ്പെടുത്തിയതും. ഈ 2 സംഭവത്തിൻ്റെ മുകളിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ 2 കാലുമേൽ ഇവിടെ നിൽക്കുന്നത്. ഇവർ ഇവിടെ വന്ന് നിന്ന് പറയുമ്പോൾ ആടെ ക്ലാസ് നന്നായി മറ്റാടെ ക്ലാസ് നന്നായി, ഇവിടെ കമ്പയർ ചെയ്യാനൊന്നും അല്ല. ഇതിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം. ഞാൻ പലരോടും പറഞ്ഞു സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കറിയാം എത്ര പേര് വായിച്ചിട്ടുണ്ടാവും, എത്ര പേര് ബൈബിളൊന്നും എടുത്തിട്ട് സങ്കീർത്തനമേലൊക്കെ നോക്കിയിട്ടുണ്ടാവും, അത്ര പോലും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളത് അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ ഞാൻ പറയില്ലേ, എത്രയും വലിയൊരു ധ്യാനഗുരുവിൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാനത് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടും ചെയ്തതെങ്കിൽ അതിലൊരു സത്യമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പലരോടും പറഞ്ഞിട്ടും പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉള്ളതും കൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് ആരെയെങ്കിലും ഈശോയുടെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി നമ്മുടെ വാക്കുകൊണ്ട് കൊണ്ടുവരണം കേട്ടോ, നമ്മളെ വരിയൂടെയൊക്കെ. അപ്പോൾ വിശുദ്ധ പൗസ്തീനയുടെ ഡയറിയിൽ ഇത് പറയുന്നുണ്ട്. വിശുദ്ധ പൗസ്തീന പറയാണ്, ഒരു ദിവസം ഒരു ധർമ്മക്കാരൻ, ഒരു പയ്യൻ ഒരു കീറി മുറിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വിശുദ്ധ പൗസ്തീനയുടെ അടുത്ത് വന്ന് ഇത്തിരി ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ വിശുദ്ധ പൗസ്തീന പറഞ്ഞു, മദറിനോട് അനുവാദം ചോദിച്ചിട്ട് വേണം കൊടുക്കാം. മദർ സ്ഥലത്ത് കാണാനില്ല. പക്ഷേ ആൾ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ റൊട്ടി കഷ്ണമേ ഉള്ളൂ. ആ റൊട്ടി കഷ്ണം എടുത്തു, കുറച്ച് സൂപ്പുണ്ട്, അതും കൊണ്ട് വന്ന് ഈ പയ്യന് ഇത് കൊടുക്കുമ്പോൾ വളരെ സ്നേഹത്തോടെയാണ് വിശുദ്ധ പൗസ്തീന ആ പയ്യന് കൊടുക്കുന്നത്. കുറച്ച് റൊട്ടിയേ ഉള്ളൂ, കുറച്ച് സൂപ്പൊന്നുമല്ല, വളരെ സ്നേഹത്തോടെയും വളരെ ഔദാര്യമതോടെ കൂടി ആ പയ്യന് കൊടുത്തു. അവനത് കഴിച്ചു. പുറത്ത് ഗേറ്റിൻ്റെ അവിടേക്ക് കിടന്നപ്പോൾ ഈശോ അവളോട് പറയുക, നീ വളരെ മര്യാദയോടെയാണല്ലേ എന്നോട് പെരുമാറിയത്. കണ്ടോ, അതാണെന്ന് പറയുന്നത്. ഈശോ പറയാൻ, അന്നെ നീ എന്നോട് ഇത്ര സ്നേഹത്തോടെയാണല്ലേ പെരുമാറിയത്. ഈശോ ആണെന്ന് അറിഞ്ഞിട്ടല്ല അവൾ ചെയ്തത്. അപ്പോൾ ഈശോ പറയുക, നിങ്ങൾ ഓരോരുത്തർക്കും ഭിക്ഷക്കാരായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ അവർ ഗേറ്റിൻ്റെ പുറത്തിറങ്ങിയിട്ട് അവരൊരു നോട്ടം എന്നെ നോക്കുമെന്ന്. അവരൊരു നോട്ടം നോക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് നിങ്ങളോട് കരുണ തോന്നുന്നത്. അതാണ് ഈശോ പറയുന്നത്, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ നിങ്ങൾക്കത് ഫലം കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ രീതിയിലൊന്ന് നോക്കി, അവരെ കണ്ണിലേക്കൊന്ന് നോക്കി, ഒന്ന് ചിരിച്ച്, നമ്മൾ വലുതൊന്നും കൊടുക്കണ്ടെന്നേ, ഇത്തിരി ഉള്ളെങ്കിൽ അതുങ്ങൾക്കത് ഭയങ്കര സന്തോഷം. അവർ ഗേറ്റിൻ്റെ ശരിയല്ലേ, വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങും, ദൈവത്തെ ഒരു നോട്ടം നോക്കും, ഇവരെനിക്ക് ഇത്ര തന്നല്ലോ എന്ന്. അപ്പോഴാണ് ആ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് വിശുദ്ധ പൗസ്തീനയുടെ ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥന, 1 പ്രവൃത്തി, 2 വാക്ക്, 3 പ്രാർത്ഥന. അപ്പോൾ ഈശോ ഇങ്ങനെ പ്രാർത്ഥന പറഞ്ഞപ്പോൾ നമുക്കറിയാലോ ഇങ്ങനെ ഈ പ്രാർത്ഥന. അപ്പോൾ മിക്കവാറും പുസ്തകം ചോദിച്ചിട്ടുണ്ടാവും, സ്വർഗ്ഗസ്നായ പിതാവ് ചെല്ലിയാൽ മതിയാവും. ഈശോ പഠിപ്പിച്ചേക്കുന്ന പ്രാർത്ഥന സ്വർഗ്ഗസ്നായ പിതാവല്ലേ, അത് ചെല്ലിയാൽ മതിയെന്ന്. അപ്പോൾ ഇല്ല, ഈശോ അപ്പോഴത്തേക്ക് അവളെന്നെ കരുണയുടെ ജപമാല ഓൾറെഡി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈശോ പറഞ്ഞു, നീ എൻ്റെ കരുണയുടെ ജപമാല ചെല്ല, നിന്നോട് ആര് വന്ന് പ്രാർത്ഥന ചോദിച്ചാലും നീ കരുണയുടെ ജപമാല ചൊല്ലിക്കോ. അപ്പം ഈ ഈശോയുടെ തിരുരക്തവും ശരീരവും പിതാവിന് സമർപ്പിക്കുമ്പോൾ പിതാവിന് ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമാണ്. അത് കാരണം കൊണ്ട് ഞാൻ പഠിപ്പിച്ച കരുണയുടെ പ്രാർത്ഥന ഞാൻ പഠിപ്പിച്ചതുപോലെ ചെല്ലണം.
ഈശോ പഠിപ്പിച്ചതുപോലെ അല്ലാതെ കരുണയുടെ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. എനിക്കിവിടെ വന്നപ്പോൾ മിനിസ്ട്രിയിൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം വിശുദ്ധ പൗലോസിനയുടെ ഡയറിയിലെ പ്രാർത്ഥന അതേപോലെ തന്നെ ഇവിടെ ചെല്ലുന്നത് അല്ലേ. ഇടയ്ക്ക് പിതാവേ ഒന്നും പറയുന്നില്ല, ഒന്നുമില്ല. നമ്മളൊക്കെ എല്ലാം മരിച്ചിടത്തൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരെന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാവും. ഞാൻ അവിടുത്തെ മിനിസ്ട്രിയിലുള്ളതാണ്, ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ. അവിടെ ചെന്നപ്പോൾ ഒരു അച്ഛന്മാരും സിസ്റ്റർമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ നിങ്ങൾ അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തോളൂ. അവർ പ്രാർത്ഥിക്കുന്നത് ഫോളോ ചെയ്യും. ഞാൻ പലപ്പോഴും ചെല്ലുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും എന്നും പറഞ്ഞ് അതൊന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് പറയും പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഈ മരിച്ച ആത്മാവിൻ്റെ മേലും. ഈശോ എന്താ പൊട്ടനാണ്? ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും എന്ന് പറഞ്ഞ് ഞാനും പെട്ടു, മരിച്ച ആൾ അതിൽ പെട്ടു. പിന്നെ ഈശോനെ പഠിപ്പിക്കാൻ പോകണ് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ ഈ ആത്മാവിൻ്റെ മേലും എന്നും പറഞ്ഞു. എന്തിനാ വെറുതെ വെള്ളം കൂട്ടണേ? ഞാനെന്നിട്ട് ഒരു പ്രാവശ്യം ചെന്നിട്ട് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ ഒരു മരിച്ചിടത്ത് ചെന്നപ്പോൾ ഇതേ പെൺകുട്ടികൾ ജന്മം ഉണ്ടെങ്കിൽ സിസ്റ്റർക്ക് എന്ത് കുന്തറിയാമെന്നും പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ആവർത്തിച്ചു. അവസാനം ഇതിൽ സ്ട്രോങ് ആക്കിയിട്ട് നിൽക്കുന്ന ചേച്ചിമാരുണ്ടാവുമല്ലോ, ഈ പ്രാർത്ഥനയ്ക്ക് സ്ട്രോങ്. ഞാൻ അവിടത്തേക്ക് ചെന്നിട്ട് പതിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ഈശോ പഠിപ്പിച്ചു ഇതുപോലെ ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം 9 കർണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു സിസ്റ്ററിൻ്റെ അമ്മാമ്മയാണ്. അപ്പോൾ അമ്മാമ്മയെ സ്വർഗ്ഗത്തിൽ പോകണം എന്ന് വിശുദ്ധ പൗലോസിന്റെ ഡയറി പറയുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ചേച്ചി ഒന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പിന്നീടുള്ള പ്രാർത്ഥന. ദയവ് ചെയ്തിട്ട് പ്രാർത്ഥനക്കാരെ നിങ്ങൾ അവിടെ ചെല്ലുമ്പം ഏത് അച്ഛനായാലും ഏത് സിസ്റ്ററായാലും അവർക്കൊന്ന് കീഴ്വഴങ്ങിക്കോ. അവരെന്തായാലും കുറേ കാലം പഠിച്ചിട്ട് വന്നതല്ലേ. ഇപ്പോൾ അവിടെ നിൽക്കുന്ന സിസ്റ്റർ ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും പഠിച്ചിട്ട് ഈ ആത്മാവിൻ്റെ മേലും കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. കാരണം ഈ വേണ്ടാന്ന് പറയുന്നില്ല. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും നമ്മൾ പഠിപ്പിക്കാൻ പോകണ്ട. അത് കാരണം തൻ്റെ അഭിഷിക്തരെ തൊട്ടു പോകരുതെന്ന് ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പം പലരുടെയും പെരുമാറ്റ രീതി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഞാൻ ഒരു സിസ്റ്ററായാലും ഞാൻ ഒത്തിരി അഭിമാനിക്കാറുണ്ട്. അയ്യോ ഇവരൊക്കെ ഇത്ര സ്നേഹത്തോടെ എന്നോട് പെരുമാറുമ്പോൾ അപ്പോൾ ഞാനൊരു സിസ്റ്ററാണല്ലേ എന്നൊരു തോന്നൽ പോലും എൻ്റെ ജീവിതത്തിലേക്ക് വരാറുണ്ട്. ചിലരൊക്കെ ഉണ്ടല്ലോ സിസ്റ്റേഴ്സിനെ കാണുമ്പോഴത്തേക്ക് സിസ്റ്ററിന് എന്തൊട്ട് അറിയാമെന്ന രീതിയിൽ പെരുമാറുന്നവരുണ്ട്. അവരെ കാണുമ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാനോ ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാനോ അതൊന്നും ചെയ്യാതെ പോകുന്നവരുണ്ട്. അതൊന്നും ചെയ്യല്ലേ. അച്ഛന്മാരെയും സിസ്റ്റർമാരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം അവർ മാറ്റി നിർത്തപ്പെട്ടവരാണ്. ഇത് പറയാൻ വേണ്ടി ഞാൻ അടുത്തപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ഞങ്ങൾ വെഞ്ചരിച്ച ഡ്രസ്സ് ഇടുന്നവരല്ലേ എന്നായിരുന്നു. ഒട്ടനടി ഈശോനോട് പറയും മിണ്ടിപ്പോരുത്. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറയാൻ എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു മാമുദീസയ്ക്ക് എല്ലാവർക്കും വെഞ്ചരിച്ചുടുപ്പ് കിട്ടുന്നല്ലേ. ക്രിസ്ത്യാനികളായ എല്ലാവർക്കും മാമുദീസയ്ക്ക് വെഞ്ചരിച്ചുടുപ്പാണ്. ആ വെഞ്ചരിച്ചുടുപ്പ് എവിടം വരെ കൊണ്ടുപോകും നമ്മൾ? മരണം വരെ കൊണ്ടുവരണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉടുപ്പും കൂടെ വെഞ്ചരിക്കുന്നുണ്ട് ഇല്ലേ? എപ്പോഴാ? കുർബാന സ്വീകരണ സമയത്ത് നമുക്ക് ഉടുപ്പും മുടിയൊക്കെ വെഞ്ചരിച്ച് നമ്മളെ ഒന്ന് ഹന്നമ്പളം വിളിച്ചിട്ടാണ് നിൽക്കണം അല്ലേ. പിന്നെയോ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് വെഞ്ചരിച്ചതാ, ഞങ്ങളുടെ ഡ്രസ്സും വെഞ്ചരിച്ചതാ. ഈ ഡ്രസ്സ് മാലിന്യമാകാതെ കൊണ്ടു നടക്കേണ്ട കടമ ആർക്കാ? നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞ ബിഷോറിന് പറയരുത്. മാമുദീസ സ്വീകരിച്ചവൻ തൊട്ട് മരണം വരെ അവൻ്റെ വസ്ത്രം മലിനമാക്കാതെ കൊണ്ടു നടക്കാൻ കടപ്പെട്ടവനാണ്. അപ്പോൾ അതുകൊണ്ടത് ഇതോ സിസ്റ്റർ അച്ഛൻ എന്ന് പറഞ്ഞാലോ തൻ്റെ പ്രേക്ഷിത ജോലിക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരാണ്. ആ മാറ്റി നിർത്തപ്പെട്ടവരെ കാണുമ്പോൾ നമ്മളൊന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നത്, അവരെ ഒന്ന് സ്നേഹിക്കുന്നത്, അവർക്ക് സുഖമാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നത് തെറ്റല്ല. കാരണം എന്താ, നാടും വീടും ഒക്കെ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞങ്ങളിവിടെ. അപ്പം എൻ്റെ കുടുംബത്തിൽ കിടക്കുന്നവരൊക്കെ എവിടെയാണ് കിടക്കുന്നതെന്ന് പോലും കറക്റ്റ് എനിക്കറിയില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അതപ്പം എനിക്കുള്ളത് ഞാനായിരിക്കുന്ന ഇടവകയിലത്തെ ആൾക്കാരാണ് എൻ്റെ കുടുംബത്തിലുള്ളവർ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും അതെ. അപ്പോൾ നമ്മൾ സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാനോ സുഖമാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കാൻ. ഞാൻ പണ്ട് പിയാത്തിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വർത്താനമൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ 1 വർഷത്തേക്ക് ചെന്നതല്ലേ. ഞാനപ്പോൾ അവിടെ വർത്താനം ഇങ്ങനെ പറഞ്ഞപ്പം ഈശോ ഒന്ന് രാത്രി എന്നോട് ചോദിച്ചത് സീറ്റ്ലി വരുമ്പോൾ അനങ്ങാണ്ടിരിക്കുക വെച്ചാൽ അതിൻ്റെ ഫൗണ്ടർ. അപ്പോൾ സീറ്റ്ലി ആണോ വലുത് ഞാനാണോ? അയ്യോ അപ്പോൾ ഈശോ നീ തന്നെയാണ് വലുത്. അപ്പോൾ എന്ത് ചെയ്യുക? അവൻ വരുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റ്, ഭയങ്കരമായിട്ട് പള്ളിക്കകത്ത് ഭയങ്കര നിശബ്ദത, ഭയങ്കര പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ നടിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഈശോയ്ക്ക് സങ്കടം വന്നു. വളരെ ഉറങ്ങിയും ഭക്തിയില്ലാതെ ഇരിക്കുന്ന നിങ്ങൾ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ എത്രമാത്രമാണ് ഉണർന്ന്
പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇരിക്കുന്നവൻ എല്ലാവരെയും കാൽ വലിയവനാണ് എന്ന ചിന്തയിൽ മറ്റൊരാൾ കാണരുതെന്ന് പറയുന്ന ഒരു കാര്യവും നമ്മളവിടെ ചെയ്യരുത്. മറ്റൊരാൾ കാണരുത്. ഇപ്പോൾ ഈശോ അയ്യോ അയ്യോ എന്നൊക്കെ വെക്കാൻ ഒരവസരം കിട്ടുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. അതാണ് കൃപ നമ്മിലേക്ക് വളരാനായിട്ട് സാധിക്കുന്നത്. അച്ഛൻ കണ്ട വഴക്ക് പറയും, ഈ പരസ്യമായിട്ട് ഈശോ അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം കൂടെ, ഈശോ ഇവിടെ ആരാധനയുടെ സമയത്ത് അരളിക്കകത്ത് ഈശോ ഇരിക്കുമ്പം പരിശുദ്ധമേ വിശുദ്ധപിതാവും മാതാവും ഒക്കെ എവിടെയായിരിക്കും? ഈ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ അരളിക്കയുടെ അടുത്ത് ഈശോയും മാതാവും മാലാഖമാരും എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മളെന്തിനാ ഓടിപ്പോയിട്ട് ആ രൂപത്തെ തൊടുന്നേ? ആ രൂപത്തെ തൊട്ടത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? കാരണം ഇവിടെയുണ്ട് മാതാവൊക്കെ, ഇവിടെ ഈ അൾത്താരയിൽ ഈശോയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ രൂപത്തെ തൊട്ട് അവിടെ വെറുതെ ഒരു ഭക്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോകരുത്. കാരണം ഈശോയെ പോയി മാതാവിനെ പോയി തൊട്ടു, യേശുപിതാവിനെ തൊട്ടു. അവിടെ വ്യക്തമായിട്ട് ജീവനുള്ള ഈശോ ഇരിക്കുന്നുണ്ട്. ഈശോയുടെ അടുത്ത് ജീവനോടെ പരിശുദ്ധമേ യേശുപിതാ മാലാഖമാരും എല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും പോയി ആ രൂപങ്ങളെ തൊട്ട് പ്രാർത്ഥിച്ച് നമ്മൾ ഭക്തി പ്രകടിപ്പിക്കേണ്ട. നമ്മുടെ ഈശോ നമ്മുടെ കൂടെ എല്ലാം അറിയുന്നവൻ. സങ്കീർത്തനം 139 ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദൈവം എവിടെ പോയാലും നമ്മളെ കാണുന്നുണ്ട്, ഇല്ലേ? അതിനൊരു തെളിവുണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ. ഒന്ന് പറയാവോ? പുതിയ നിയമമാണ്, പഴയ നിയമമല്ല. പുതിയ നിയമത്തിൽ ഇന്ന വീട്ടിൽ ഇന്നടത്ത് ഇന്ന ആൾ ഇരിക്കേണ്ടെന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. ഏതായാലും ഓർമ്മയുണ്ട്? നാത്താലിനോട് പറയുന്നത്, നീ മരത്തിന് ചുവട്ടിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് അവനോടാണ് പറഞ്ഞത്. അല്ലാതെ ആൾക്കാരോട് പറയുന്നുണ്ട്, നീ ഇന്ന വീട്ടിൽ ചെന്ന് ഇന്ന ആൾ ഇന്നടുത്ത് ഇരിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഇവൻ അവിടെ ഇന്നതാ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അനന്യാസിൻ്റെ അടുത്ത് എന്താ പറയുന്നേ? ഞാൻ പറഞ്ഞു തരുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കില്ല. ഇന്ന വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പണി ചെയ്തുകൊണ്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് പ്രാർത്ഥനയിൽ ഇരിക്കുന്നുണ്ട്, അവനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു അനുഭൂതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈശോ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ ഇന്ന പോലെ ഇരിക്കേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഷൈനി എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഈശോയോട് ചോദിച്ചപ്പോൾ ഷൈനി എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയില്ലേ? പറയും. ഇത്രയും വ്യക്തമായിട്ട് അറിയുന്ന ഒരു ഈശോയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്ന ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ ഇരുന്നിട്ട് വർത്തമാനം പറയലും ഞാൻ ഉൾപ്പെടെ പറയുന്നത് കേട്ടോ, നമുക്കത് ചെയ്യണ്ട. നമ്മളായിരിക്കുന്ന സ്ഥലം പരിശുദ്ധിയുടെ ഒരു സ്ഥലമാണ്, ഇത് പരിശുദ്ധമാണ് എന്ന് എന്നെ ജീവിതത്തിലൂടെ എന്നെ ഒത്തിരി ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു തീരുമാനം എടുക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന ഈ പള്ളിയിൽ ഈശോ ഇരിക്കുമ്പോൾ, എപ്പോഴും ഈശോ ഉണ്ടല്ലേ, സക്രാരിക്കുള്ളിലും ഈശോ ഉണ്ട്. അപ്പോൾ ഈശോ ഇരിക്കുന്ന സമയത്തും പരസ്യമായും രഹസ്യമായി ഈശോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈശോയ്ക്ക് വേദനിക്കുന്നത് ഒന്നും നമുക്ക് പറയുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ട. അതിനുള്ള തെളിവാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോട്ടക്കര അച്ഛൻ വരുവാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും അപ്പോൾ ചെയ്യാം? ആ സംസാരം തുടർന്നുകൊണ്ടിരിക്കുവോ? എങ്കിൽ നിങ്ങൾ ചെയ്തോ. കാരണം വ്യക്തിയേക്കാൾ അത്രയും വലുതാണ് ഈശോ എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്ക് നല്ലതാണ്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ പൗസീനയോട് ചോദിച്ചപ്പോൾ വിശുദ്ധ പൗസീനയ്ക്ക് നമ്മുടെ കരുണയുടെ ജപമാല പഠിപ്പിച്ചു കൊടുത്തു. കഴിഞ്ഞിട്ട് പറയാണ്, ഒരു ദിവസം വിശുദ്ധ പൗസീനേനെ ശുദ്ധീകരണ സ്ഥലത്ത് കൊണ്ടുപോയി. അത് ശുദ്ധീകരണ സ്ഥലത്ത് കൊണ്ടിട്ട് ശുദ്ധീകരണ സ്ഥലം മുഴുവൻ കാണിച്ചു കൊടുത്തു. വിശുദ്ധ പൗസീന പറയുക, ഒരു പ്രാവശ്യമെങ്കിലും ശുദ്ധീകരണ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നുണ പോലും പറയില്ല. അത്രയും ഭീതിജനകമാണ് ആ ശുദ്ധീകരണ സ്ഥലം. അവിടേക്ക് പോകാനായിട്ട് തടസ്സമായിട്ട് നമ്മൾ എന്താ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മാറ്റിക്കളഞ്ഞാലാണ് നമുക്ക് ആ ഒരു അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. നിസ്സാരമായിട്ട് കരുതരുത്. ഈ കരുണയുടെ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ശുദ്ധീകരണ സ്ഥലത്തുള്ളവരെയൊക്കെ നീ രക്ഷപ്പെടുത്ത്. ഞാൻ ന്യായവിധിയുടെ സമയത്ത് നീതി വിധിയാളനായിട്ടാണ് നിൽക്കുക. അവിടെ ഞാൻ ഒരു കരുണയും കാണിക്കുകയില്ല. കരുണ കാണിക്കാനുള്ള അവസരങ്ങളെല്ലാം തന്നിരിക്കുകയാണ്. നീ ഇത് എൻ്റെ സഹോദരിമാരോടും ലോകം മുഴുവനോടും പറയും, എൻ്റെ ഈ കരുണ ലോകം മുഴുവനും പ്രഘോഷിക്കുക. ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന മുഴുവൻ പേരെയും
നിങ്ങൾ കരകയറ്റുക. എന്നിട്ട് പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് ഈ കരുണയുടെ ജപമാല. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരേ ദിവസം ഒരാളെയെങ്കിലും കയറ്റുമായിരുന്നെങ്കിൽ, ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു ദിവസം ഒരാളെ വെച്ച് നോക്കുകയാണെങ്കിൽ 55 × 360, അല്ലെങ്കിൽ 10 വർഷം പോട്ടെ 15 വയസ്സ് വെച്ചോട്ടെ, ഇൻറ്റു 365 അല്ല, ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. 360 ദിവസം ചോദിച്ചാൽ നമ്മുടെ വയസ്സ് ഇത്രയുണ്ട്. ആ വയസ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയും പേരെയെങ്കിലും നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തുനിന്ന് കരകയറ്റാമായിരുന്നു. പക്ഷേ നമുക്ക് സാധിച്ചിട്ടില്ല. സാധിച്ചവരുണ്ടെങ്കിൽ അത് ദൈവത്തിന് ഒത്തിരി നന്ദി പറയാൻ പറ്റാത്തൊരു ഒരു ദിവസം ഒരാളെ എങ്കിലും നമുക്ക്. അപ്പോൾ പറയും, ജതുർദ് പഠിപ്പിച്ച പ്രാർത്ഥനയില്ലേ, ജതുർദിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ച 1000 പേര് പോവില്ലേ എന്ന് പറയും. അത് ചൊല്ലിക്കോ. അതും അവസാനം ഈശോ സഖിയിടുമ്പോഴാണ് വന്ന് പറയുന്നത്, മനുഷ്യർ പോകുമ്പോൾ ഇനി ഇങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് എൻ്റെ കരുണ മേടിച്ച്. ദീപബലിയിലൂടെയാണ് ഈശോയുടെ ശരീരത്തോളം ലോകമെമ്പാടും അർപ്പിക്കുന്ന ദീപബലിയിലാണ് ഈശോയുടെ ശരീരവും രക്തവും. അത് തന്നെയാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയണേ. അപ്പോൾ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കൂടെ നമുക്ക് പ്രാർത്ഥനയിലൂടെ കയറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഈ കരുണയുടെ ജപമാല വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി എടുത്ത് നോക്കുകയാണെങ്കിൽ 476 കരുണയുടെ ജപമാലയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുന്നവർ കരുണയുടെ ആ വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി ഒന്ന് സ്വന്തമാക്കുന്നത് നല്ലതാണ്. ഞാൻ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് 9 ദിവസം 9 കരുണക്കൊന്ത 9 ദിവസമായിട്ട് ചെല്ലാം, അല്ലെങ്കിൽ ഒരു ദിവസമായിട്ടില്ല. അപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ 9 ദിവസമൊന്നും പറ്റില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എൻ്റെ ആങ്ങളെ വയ്യാതെ കിടന്നു. ആങ്ങളയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ 9 വാരിയലിൽ പൊടിഞ്ഞു, അത് ശ്വാസകോശത്തിൽ കൊട്ടി, നട്ടല് പോയി. ആളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്ന് ഉറപ്പിച്ചൊരു എല്ലാവരും, ഞാനും ഉൾപ്പെടെ എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ഞാൻ പ്രത്യാശയോടെ കൂടി 9 കരുണക്കൊന്ത ചൊല്ലി. 9 കരുണക്കൊന്ത ചൊല്ലി ആളെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണു. പോകുന്ന വഴിക്ക് 9 കരുണക്കൊന്ത ചൊല്ലി. ഈ 9 കണ്ട ICUയിൽ നിന്ന് കൊണ്ടുപോയ ആളെ ആ ഹോസ്പിറ്റലിൽ ICUയിൽ കിടത്തേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ആ കരുണക്കൊന്തയുടെ വില നമുക്ക് മനസ്സിലായി. അവിടെ ഞാൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എനിക്ക് കുർബാന കഴിഞ്ഞ് വന്നാൽ എത്തില്ല. അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് വരാതെ വരുന്ന വഴിക്ക് ഇവിടെ നമ്മുടെ നിത്യാരാധന 6 മണിയുടെ കുർബാനയ്ക്ക് എത്താം എന്ന പ്രതീക്ഷയിലാണ് വരുന്ന വഴിക്ക് ട്രെയിൻ ഫുൾ ബ്ലോക്ക്, വഴി ബ്ലോക്ക്, എനിക്കിവിടെ എത്താൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ കോൺവെൻറ്റ് തൃശ്ശൂരത്തേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ ഇപ്പോൾ എവിടെയാണ്? അങ്കമാലിയിൽ നിന്നൊന്നും മോളെ 6:30 ഇവിടെ കുർബാനയുണ്ട്, പക്ഷേ നീ എത്തില്ല. ഞങ്ങളൊക്കെ ഇന്നലെ അവിടെ നിന്ന് 3:30 അങ്കമാലിയിൽ നിന്ന് പോന്നിട്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ 7:15 ആയി. വഴി ബ്ലോക്കാണ്, അവിടെ വഴിയ റോഡ് പണിയാണ്. നീ ഇപ്പോൾ 4:45 എന്തായാലും ഇങ്ങോട്ട് പോരേ, പക്ഷേ കുർബാനയ്ക്ക് പങ്കെടുക്കാം. പക്ഷേ ഞാൻ ശരി കുർബാനയുണ്ടോ? ഉണ്ട്, അത് മാത്രമേ എനിക്ക് അറിയണ്ടോ പറഞ്ഞു. ഞാൻ അറിഞ്ഞു. ഞാൻ ബസ്സിൽ കയറി ഞാൻ കരുണക്കൊന്ത തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എന്നെ 6:15 തൃശ്ശൂർ എത്തിക്കണം, കാരണം എനിക്ക് ഉടുപ്പൊന്ന് അയൺ ചെയ്തിട്ട് വേണം കുർബാനയ്ക്ക് കയറാനായിട്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരുണക്കൊന്ത ചെല്ലുമ്പോൾ ഞാൻ വരുന്ന ഓപ്പോസിറ്റ് സൈഡ്, ചാലക്കുടി ആ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടികൾ ഇങ്ങനെ കിടക്കണുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മുമ്പിൽ വണ്ടിയൊന്നുമില്ല, ഭയങ്കര സ്പീഡിൽ വണ്ടി വരണം. ഞാൻ വളരെ അനുഗ്രഹത്തോടെ പറയണേ, ആ കൊന്ത എൻ്റെ വായിൽ നിന്ന് ഈശോയുടെ അതിദാന പീഡാസ്ഥാനത്ത് വിടാണ്ട് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കണേ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 6:15 തൃശ്ശൂർ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ 6:10 ഈശോ തൃശ്ശൂർ എത്തിച്ചു. ഞാൻ എൻ്റെ കോൺവെൻറ്റിലെത്തി 6:30 കുർബാനയ്ക്ക് കയറിയാണ്. എനിക്കിന്നും പറയാൻ പറ്റും, ആ 9 കരുണക്കൊന്ത മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്കെന്ന് എൻ്റെ ബർത്ത്ഡേ അല്ല, എനിക്കൊന്ന് കുർബാനയിൽ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കണ്ടോ, ആ ഈശോനെ അവിടെ എത്തിച്ചു. നമ്മൾ ചെല്ലുന്ന ഒരു സ്വർഗ്ഗസ്നേഹിതാവ് ചെല്ലിയ അത് നമ്മൾ പകുതി ചെല്ലാൻ പറയുന്നെന്ന് വിചാരിച്ച് നമ്മൾ പകുതി ആകുന്നതിന് ഇപ്പറേ കയറി ചെല്ലരുതേ. നമ്മൾ വീട്ടിലൊക്കെ ചെല്ലുന്നത് പോലെ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തെയും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ക്ഷമയില്ല. നമ്മളിപ്പറേ ഈ സ്ത്രീകളിൽ നിന്ന് പറയുമ്പോൾ പശുറയമ്മ എന്ന് പറഞ്ഞു പോകരുതേ. ഈശോ കേൾക്കില്ല പ്രാർത്ഥന. ഈശോയ്ക്ക് എണ്ണം വേണ്ട. ഈശോ ഒരിക്കലും എണ്ണം നോക്കി എന്നോട് 153 കൊണ്ട് ചെല്ലാൻ പറഞ്ഞില്ലേ, അത് കാരണം ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കില്ലെന്ന് ഈശോ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു നന്മ നിറഞ്ഞ പറയുമേ ചെല്ലുകയുള്ളൂ എങ്കിലും അത് ഭക്തിയോടെയും തീഷ്ണതയോടെയും കൂടി ചെല്ലുക. നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലുന്നില്ല പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്ത് പറയല്ല. അതുപോലെ ഈശോയുടെ അതിദാരുണമായ പീഡാസ എന്ന് പറയുന്നതിന് ഇപ്പറേ ഞങ്ങളുടെ ബലകരണിയായിരിക്കണേ, അത് ഈശോ കേൾക്കില്ല കേട്ടോ. നമ്മൾ ഇവിടെ വന്നേച്ച് ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എന്തൊരു ബുദ്ധിമുട്ടാണ്. ആ ബ്ലെസ്സി ഇരുന്ന് അവിടെ നിന്ന് എന്തൊക്കെയോ പറയണ്ടല്ലോ അമ്മയോട് ചെന്ന് ചോദിക്കും, ആ ബ്ലെസ്സി ഇരുന്ന് എൻ്റെ മുമ്പിൽ അത് ഇരുന്നപ്പോൾ എന്തൊക്കെയോ പറയണം, അവൾ എന്തൊട്ടൊക്കെ പറയണേ. അപ്പോൾ അമ്മ പറയും, എനിക്കും മനസ്സിലായിട്ട് വേണ്ട മോനെ പറഞ്ഞു തരാൻ, എനിക്കേ മനസ്സിലായിട്ടില്ല. പിന്നെ എൻ്റെ സ്നേഹം കൊണ്ട്
ഞാൻ അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തവും സ്ഫുടവും മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഒരു തീഷ്ണത അവർക്കും കൂടെ പ്രാർത്ഥിക്കണമെന്ന് തോന്നത്തക്ക രീതിയിലായിരിക്കണം പ്രാർത്ഥിക്കണേ. അതുപോലെ തന്നെ അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ജപമാല കൈ പിടിച്ചിട്ട് ലോകത്തെ മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കാൻ പോകണ്ട. നമ്മൾ ഈശോയുടെ കൂടെ മാത്രമായിരുന്നിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാലോ, നമ്മൾ പിള്ളേരുടെ ആയാലും പറയും, ഈ റീൽസൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ സാധനങ്ങളും കയറി വരും, അത് കാണാൻ നടക്കരുതെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഇത് വന്നപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു തമാശ പോലെ ഒരു സാധനം കണ്ടേ, അപ്പോൾ ഞാൻ അത് നോക്കി. എൻ്റെ കഴിഞ്ഞപ്പോൾ അടുത്തത് എടുക്കാൻ പോകുന്ന സമയത്തുള്ളതാണ്. അത് ഇതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹോട്ടലിൽ ഒരാൾ ഭിക്ഷയ്ക്ക് ചെല്ലുകയാണ്. ഭിക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള പെൺകുട്ടി ആ ഭിക്ഷക്കാരനോട് വളരെ മാന്യതയോടെ വളരെ സ്നേഹത്തോടെ അയാളൊരു ദോശ ഓർഡർ ചെയ്തു, ദോശ കൊണ്ട് കൊടുത്തു. സാധാരണ ധനവാൻ വന്ന് ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കുന്നോ അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഇയാൾക്കും കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മാനേജർ കണ്ടു. മാനേജർ അവിടേക്ക് ഇട്ട് വിളിച്ചിട്ട് നല്ല ഷൗട്ട് ചെയ്യുകയാണ്. പൈസ പോലും 5 പൈസ കിട്ടത്തില്ല. പിന്നെ നീ എന്തിനാ ഇയാളോട് ഇത്ര ഔദാര്യത്തോടെ സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്നത്? നിനക്ക് അയാൾക്ക് ദോശയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വിടായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ. അപ്പോൾ അവൾ പറഞ്ഞു, നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ, ആര് വന്ന് ഓർഡർ ചെയ്താൽ നമുക്ക് കൊടുക്കണം. നോക്കിക്കോ, അയാൾക്ക് നീ ദോശയും ചായയൊക്കെ കൊടുത്തില്ലേ, അയാൾ പൈസ തരാതെ പോകും. അപ്പോൾ ഇവൾ പറഞ്ഞു, ഇല്ല അയാൾ തരും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇയാൾ പറഞ്ഞ പോലെ തന്നെ ഇയാൾ എഴുന്നേറ്റ് കൈ കഴുകി പോയി കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ വെറുതെ കണ്ടില്ലേ, പൊക്കോ, അപ്പോൾ നിൻ്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ ഞാൻ അയാളുടെ ഭക്ഷണത്തിൻ്റെ പൈസയും മേടിക്കും. അപ്പോൾ അവസാനം അവൾ പറഞ്ഞു, ശരി സമ്മതിച്ചു, എടുത്തോ എന്ന് പറഞ്ഞ് ഇവൾ എന്നിട്ട് അപ്പോൾ ഇവൻ പറയുകയാണ്, നീ തന്നെ അയാൾക്ക് കൊടുത്തിരിക്കുന്ന ആ പാത്രം കൊണ്ട് കഴുകണം, നീ തന്നെ കഴുകിക്കൊണ്ട് വെക്കണം എന്ന് പറയുമ്പോൾ അവൾ ശരി ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് അവൾ ചെന്ന് ആ പാത്രം എടുത്ത് കഴുകാനായിട്ട് എടുക്കുമ്പോൾ അവിടെ ഒരു ലെറ്റർ ഇരിക്കുകയാണ്. അപ്പോൾ അവളതെടുത്ത് വായിച്ചപ്പോൾ അതുകൊണ്ട്, നീ എത്ര നന്നായിട്ട് എന്നോട് പെരുമാറിയത്, ഞാനൊരു പിച്ചക്കാരനായിട്ട് വന്നിട്ട് നീ ഇത്രയും നന്നായിട്ട് പെരുമാറിയല്ലോ, നിൻ്റെ ഔദാര്യശീലം, നിൻ്റെ സ്വഭാവം എനിക്ക് നല്ല ഇഷ്ടമായി. മോളെ, ഞാനാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ. ഹല്ലേലൂയ. പറയുവാണ്, നീ ആയിരിക്കും നാളെ മുതൽ ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ. നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഉയർത്തി കൊണ്ടുവരിക്കുക. അതുകൊണ്ട് അതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അവർ, കർത്താവിൻ്റെ കരുണയും ഇങ്ങനെയാണ്, നമ്മൾ പക്ഷഭേദം കാണിച്ചിട്ട് ആരെയും സ്നേഹിക്കരുത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, മോടിയായ വസ്ത്രവും മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചു വരുമ്പോൾ ഒരുവനെ കെട്ടി കസരയിലിരുത്തും, മറ്റവനോട് താഴെ ഇരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആകരുത് എന്നുള്ള രീതിയും കൂടെ അതിൽ പറയുന്നുണ്ട്. കർത്താവ് കരുണ കാണിക്കുമ്പോൾ എല്ലാവരോടും നമുക്ക് കരുണ കാണിക്കാനായിട്ട് സാധിക്കണം. ഒരുവനെ പണക്കാരനാക്കിയതും ദരിദ്രനാക്കിയതും കർത്താവ് തന്നെയാണ്. അല്ലാണ്ട് നമ്മുടെ ഒന്നും കഴിവുകൊണ്ടല്ല. നമുക്കൊരു നിമിഷം മതി ധനവാനെ ദരിദ്രനാകാനും ദരിദ്രന് സമ്പന്നനാനും ഒക്കെ എന്ന വചനം പറയാം. അതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാളെയും മുഖം നോക്കി നമ്മൾ ചെയ്യരുത്. പിന്നെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസിന്റെ ഡയറിയിൽ ഈ വാക്ക്, പ്രവൃത്തി, പ്രാർത്ഥന ഇത് 3 പറഞ്ഞു. അപ്പോൾ ഇതിൽ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മാത്രം ചെയ്ത് അവസാനിപ്പിക്കണ്ട. നമ്മളെങ്ങനെയാ, ഞാൻ അയാൾക്ക് 100 രൂപ കൊടുത്തില്ലേ, പിന്നെന്താ അയാൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അയാളുടെ മുഖത്തൊക്കെ ചിരിച്ചിട്ടൊക്കെ 100 രൂപ കൊടുത്ത് സന്തോഷത്തോടെയൊക്കെ കൊടുത്തു. ശരി, നല്ല സന്തോഷം. അപ്പോൾ നമ്മൾ സംസാരത്തിലും വാക്കിലും മാത്രമേ, പ്രവൃത്തിയിലും വാക്കിലും മാത്രമേ അവരോട് പ്രവർത്തിച്ചുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ ഇതിലും അങ്ങനെ തന്നെയാണ്, വളരെ സ്നേഹത്തോടെ പെരുമാറി വിട്ടു. പക്ഷേ 3 കാര്യം ചെയ്താലേ നമുക്ക് ഈശോ ഫലം തരുകയുള്ളൂ. നമ്മളൊരാൾക്ക് ഭിക്ഷ കൊടുത്തു, ഒരു 10 രൂപ കൊടുത്തു, ചിരിച്ചൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാൻ കടപ്പാടുണ്ട്. എന്താ? അയക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇന്ന് ഈ ക്ലാസ് ഒരുങ്ങുന്ന സമയത്ത് വിശുദ്ധ പൗലോസിന്റെ ഡയറി കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ, ഇപ്പോൾ ആരെ കണ്ട് ചിരിച്ച് കളിച്ചൊക്കെ പോകുന്നുണ്ടാവും, പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലല്ലോ. അപ്പോൾ ഈശോ പറയാം, ഈ 3 പ്രവൃത്തിയും ചെയ്താലേ കരുണയുടെ പ്രവൃത്തിയാകുകയുള്ളൂ. നമ്മൾ ഇതുവരെ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? പിച്ചക്കാരന് പൈസ കൊടുത്തിട്ട് അയാളെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രാർത്ഥിക്കണം ഇന്നോട്ട്. നമ്മൾ ദാനം ചെയ്തു, അല്ലെങ്കിൽ നമുക്കൊരാൾക്ക് സഹായം ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ ഒരു രോഗിയെ സന്ദർശിച്ചു, ആണ്ട് നമ്മളെല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കുറിച്ച് അയാൾ നമ്മളോട് ആരെങ്കിലും പ്രാർത്ഥന ചോദിച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നല്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടെ ചെയ്താലേ കരുണയുടെ പ്രവൃത്തി ആവുകയുള്ളൂ എന്നാണ് ഈശോ പറഞ്ഞത്. അങ്ങനെ കരുണയുടെ പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എവിടെ എത്താൻ പറ്റും? അപ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുള്ളൂ.
മനസ്സിലായോ? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഈശോ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ തന്നു വെച്ചിട്ടുണ്ട് അല്ലേ? ആ ക്വസ്റ്റ്യൻ പേപ്പർ മേടിക്കണമെങ്കിൽ 10ാം ക്ലാസ്സിലെത്തിയാലേ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാം. ഹാൾ ടിക്കറ്റൊക്കെ റെഡിയാണ് അല്ലേ? അവിടെ എത്തണം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈശോയുടെ അടുത്ത് എത്താൻ പറ്റണമെങ്കിൽ കരുണയുടെ പ്രവൃത്തികൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കരുണയുടെ പ്രവൃത്തികൾ മാത്രം ചെയ്താൽ മതിയോ? ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? അയ്യോ, ഇത്രയും കാലം പറഞ്ഞതൊക്കെ വെറുതെ ആയിപ്പോയോ? ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിച്ചാൽ മാത്രം. അത് വന്നാൽ നമ്മുടെ ദൈവപ്രമാണങ്ങളെല്ലാം വന്നു ഇല്ലേ? അതിൽ ദൈവപ്രമാണങ്ങൾ 10 തിരുസഭയുടെ കൽപ്പനയായി, മൂലഭാവങ്ങളായി, ഇതെല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും. ഇവിടെ എന്തെങ്കിലും കുറവ് വന്നാൽ നമുക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും കൊണ്ടുവന്ന് സ്നേഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നിലേക്കും പോകാൻ പറ്റില്ല അല്ലേ? നമ്മുടെ ദൈവം അല്ലാതെ മറ്റൊരു ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. മറ്റുള്ള ഏത് കൽപ്പന ലംഘനങ്ങളിലേക്കും പോകാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഒന്ന്, ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. അങ്ങനെ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്താൽ നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു, ഈശോയെ എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ വർത്താനമൊക്കെ പറയില്ലേ? എല്ലാ ദിവസവും നിന്നെ ഈ ആരിലേക്കല്ലേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ? അപ്പോൾ എന്നും ഞങ്ങൾ കാണുന്നവർ അപ്പോൾ ഇടയ്ക്ക് വർത്താനമൊക്കെ പറയില്ലേ? എന്നും ഇങ്ങനെ ഒരു മുരടിക്കില്ലേ എന്നൊക്കെ ഒരു ചോദ്യം എൻ്റെ മനസ്സിലും വന്നിരുന്നു. നിങ്ങളുടെ മനസ്സിലും ഇല്ലേ? എല്ലാ ദിവസവും നമ്മൾ കൊന്തയില്ലണോ? എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നു, എല്ലാ ദിവസവും ഇവിടെ എത്തുന്നു, ഒരു ചോദ്യം ഇല്ലേ? ഇല്ലാത്തവരുണ്ടോ? ഓക്കെ, ഒരാളെങ്ങനെ സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്, കേൾക്കണ്ടെന്നുള്ള ഉറപ്പ്. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ഈശോ എന്നോട് പറഞ്ഞൊരു സംഭവമാണേ, നിങ്ങൾ വായിച്ചോളൂ. വിലാപത്തിൻ്റെ പുസ്തകം 3:22-24 എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? എന്താ? ഓരോ പ്രഭാതം പുതിയതല്ലേ? ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം. ഈശോ ഇന്നലെ ഇരുന്ന അരളിക്കലിരുന്ന ഈശോ അല്ലാന്ന് ഇന്നലെ വന്ന് ഞാൻ ഇന്നലെ ഇട്ട് ഈ ഉടുപ്പിട്ട് ബ്ലസ്സി ഇവിടെ വന്നിരിക്കേണ്ടത് ബ്ലസ്സി ഇന്നലത്തെ തന്നെയായിരിക്കും. പക്ഷേങ്കിൽ ഈശോയോ ഇന്നലത്തെ ആളല്ല, ഇന്ന് പുതിയ കാര്യം നമുക്ക് തരാൻ പോകുന്നതെന്നു. അപ്പോൾ നമുക്ക് ഇന്നലത്തെക്കാലം കൂടുതൽ സ്നേഹത്തോടെ ഇന്നിരിക്കണ്ടേ? ഇന്ന് എന്താ തരുന്നതെന്ന് അറിയില്ല. ഇന്നത്തെ എൻ്റെ സ്നേഹം പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും വരുമ്പോഴും അവിടുത്തെ സ്നേഹം വ്യത്യസ്ത. അപ്പം നമുക്ക് ബോറടിക്കേണ്ട ആവശ്യം ഇല്ല. ഈശോയുടെ അടുത്ത് വന്നിരുന്ന ഓരോ ദിവസവും ഓരോ സന്തോഷത്തോടു കൂടിയിട്ട് വേണം വരാൻ. ഇന്നലെ വന്നതുപോലെയല്ല, ഇന്ന് അതിലേക്കും കൂടുതൽ സന്തോഷത്തോടെ വരണം. പക്ഷേ ഇന്ന് ഞാൻ ഈശോയ്ക്ക് ഇന്ന് എനിക്ക് എന്തൊക്കെയോ സ്പെഷ്യൽ തരാനുണ്ട് ഇല്ലേ? നമ്മുടെ കുട്ടികളോട് രാവിലെ സ്കൂളിൽ പൊക്കോ, വൈകുന്നേരം വരുമ്പോൾ നിനക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ പോവുകയും വൈകുന്നേരം ഓടി വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യില്ലേ, നമ്മൾ ഉൾപ്പെടെ. അതേപോലെയാണ് ഈശോ ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം. അപ്പോൾ നമുക്ക് ബോറടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈശോയുടെ അടുത്ത് വന്നിരുന്നിട്ട് ഇന്ന് എനിക്ക് എന്താ തരാനുള്ളത്? അപ്പോൾ ചിലപ്പോൾ നല്ല അമ്മമാരാണെങ്കിൽ എന്ത് ചെയ്യും? ചില സമയത്തൊക്കെ നല്ല സ്പെഷ്യൽ ഉണ്ടാക്കി തരും. ഒപ്പം തന്നെയോ നല്ല പിച്ചും അടിയൊക്കെ കൊടുക്കൂല്ലേ നന്നായില്ലെങ്കിൽ? അതുപോലെ ചിലപ്പോൾ നമുക്ക് ഈശോയും തരുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു പിച്ച് അടിയൊക്കെ ആയിരിക്കും തരുന്നത്. അത് ഏത് രീതിയിലാണ് തരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് ഈശോയുടെ അടുത്ത് ഇന്ന് പുതിയ സ്നേഹം തരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈശോയെ ഇന്ന് എൻ്റെ ചേട്ടന് ലോട്ടറി അടിക്കാതിരുന്നേ എന്ന് ചിന്തിക്കരുത്. മനസ്സിലായോ? ചിലപ്പോൾ ലോട്ടറി അടിക്കും, ചിലപ്പോൾ അടിച്ചില്ലെന്ന് വരില്ല. ചിലപ്പോൾ നമ്മളെ കടബാധ്യത മാറിയെന്ന് വരും, ചിലപ്പോൾ മാറിയില്ലെന്ന് വരും, ചിലപ്പം അസുഖം ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ സഹിക്കാനുള്ളൊരു കഴിവ് ഈശോ നമുക്ക് തരും. അതൊക്കെ തന്നതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇവിടെ എത്തിയേ. ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസവും പുതിയ സ്നേഹം തന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ എത്തിയത്. അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ എത്തുമോ? നമുക്കൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ നമ്മൾ തകർന്ന് തരിപ്പണമായി പോകേണ്ട സ്ഥലങ്ങളിൽ പോലും നമ്മൾ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഞാനിന്ന് ഈ അവസ്ഥയിലായിരിക്കുന്നത്. ഞാൻ രോഗിയായിരുന്നു, പക്ഷേ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റണ്ടെങ്കിൽ, അതിനെ സ്വീകരിക്കാൻ പറ്റുന്നു, ഇതൊക്കെ ഈശോ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും സന്തോഷത്തോടെ ഓടി വന്നോളൂ. ഓരോ ദിവസവും രാവിലെ ഇന്ന് ഈശോയ്ക്ക് എന്നോട് എന്തോ പുതിയതായിട്ട് പറയാനുണ്ട്. ഈശോയുടെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. പിന്നെ അടുത്തത്, നമുക്ക് കുർബാന എത്ര പ്രാവശ്യം സ്വീകരിക്കാൻ പറ്റും ഒരു ദിവസത്തിൽ?
നമ്മുടെ CCCയിലും കാനലോയിലും ഒക്കെ പറയുന്നത് വിശുദ്ധ കുർബാന ഒരു ദിവസത്തിൽ വിശുദ്ധ കുർബാന എത്ര എണ്ണമേളിലും പങ്കെടുക്കാൻ കുഴപ്പമില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കുക 1, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം 2 സ്വീകരിക്കാമെന്ന് പറയുന്നു. നമ്മൾ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയേ വേണ്ട. അപ്പോൾ ഞങ്ങൾ സിസ്റ്റേഴ്സ് പറയും, ഇപ്പം നമ്മളൊരു പരിപാടിക്ക് ചെന്നിട്ട് കുർബാന സ്വീകരിച്ചെങ്കിൽ സിസ്റ്റർമാർ കുർബാന സ്വീകരിച്ചില്ലെന്ന് ആൾക്കാർ പറയും. ആൾക്കാരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്കെന്താ കുഴപ്പം? ആൾക്കാർ സിസ്റ്ററെ നോക്കിയിരുന്നതുകൊണ്ടല്ലേ. അപ്പോൾ സിസ്റ്ററിനെ കണ്ടാൽ നമുക്ക് ഒരു കുർബാന സ്വീകരിക്കാനാണ് അവകാശമുള്ളൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ വല്ല ജൂബിലി, ഓർഡിനേഷൻ, പട്ടം തിരുപ്പട്ടം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ 2 പ്രാവശ്യം കുർബാന സ്വീകരിക്കാം. അല്ലാതെ നമുക്ക് ദിവസവും പോയി കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമ്മൾ ഫുൾ ഒരു ബിരിയാണി അടിച്ചു ഇല്ലേ, ഒരു ദിവസം നല്ലൊരു സദ്യയിൽ പങ്കെടുത്തു. ആ ദിവസം തന്നെ വേറൊരു സദ്യയിലും പോയി പങ്കെടുക്കാൻ പറ്റുമോ? ഒരേ തീറ്ററ പയ്യെ പോലത്തെ ആൾക്കാരല്ല, അല്ലാത്ത സാധാരണ നോർമൽ മനുഷ്യർക്കാണെങ്കിൽ പറ്റുമോ? നമ്മളൊരു നല്ല സദ്യ നന്നായി കഴിച്ചിട്ട് നമുക്ക് ഉടനടി പോയിട്ട് അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ദിവ്യബലി എന്ന് പറഞ്ഞാൽ വിരുന്നാണ് അല്ലേ? ബലി വിരുന്നുമാണ്. അത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്കൊരു ദിവസം ആദ്യ ദിവസം ഞാൻ വന്നതിന് ശേഷം ഞാൻ ആദ്യം കേട്ട ക്ലാസ് ഒരുവനാണ് ജെയിംസ് ചേട്ടനും വിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ വ്യക്തമായും സ്ഫുടമായിട്ടും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുണ്ട് നമ്മൾ വിരുന്നാണ്. ആ വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് ആ വിരുന്ന് എത്ര പ്രാവശ്യം പങ്കെടുക്കാൻ പറ്റും? അത് നന്നായിട്ട് പോയിട്ട് നമ്മളൊരു സദ്യയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സംതൃപ്തി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കുർബാന സ്വീകരണത്തിന് പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു പ്രാവശ്യമേ കുർബാന സ്വീകരിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ സിസ്റ്റേഴ്സ് ഈ സിസ്റ്റേഴ്സ് കുർബാന സ്വീകരിച്ചിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട. അവരെവിടെയെങ്കിലും കുർബാനയ്ക്ക് സ്വീകരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ കുർബാന സ്വീകരിക്കാതിരിക്കുന്നതെന്നും കൂടെ ഒന്നൊന്ന് മനസ്സിലാക്കിക്കോളൂ. അതുപോലെ നിങ്ങളും ആരെങ്കിലുമൊക്കെ കുർബാന സ്വീകരിക്കുക, ഈ ചോദിച്ചു എന്താ കുർബാന സ്വീകരിക്കുക, ഈ ചേട്ടൻ എന്താ കുർബാന സ്വീകരിക്കാത്തതെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അവർ എവിടെയെങ്കിലും കുർബാനയിൽ പങ്കെടുത്ത് സ്വീകരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഒരു പ്രാവശ്യമേ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടതുള്ളൂ. അത് നമുക്ക് 2, 3, 4, 5 പ്രാവശ്യം നമ്മൾ പോയി കുർബാന, ഞാൻ അമലയിലായിരിക്കും ഒരു ചേട്ടൻ അങ്ങനെ പോയി കണ്ട് അവസാനം കണ്ടുപിടിച്ച് വഴക്ക് പറയുണ്ടായിരുന്നു അച്ഛനൊക്കെ. അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം സംതൃപ്തി എന്ന് പറഞ്ഞൊരു കൃപ നമുക്ക് ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു ദിവസത്തിൽ അവിടെ ഇവിടെ എല്ലാം ഓടിപ്പോയിട്ട് കുർബാനയിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ കുർബാന സ്വീകരിക്കുക, അല്ലെങ്കിൽ അവിടെ പരിപാടി കുർബാന സ്വീകരിച്ചു, ഇവിടുത്തെ പരിപാടിക്ക് കുർബാന സ്വീകരിച്ചു, ഓടി നടന്ന് കുർബാന സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറവുണ്ടെന്ന് മനസ്സിലാക്കണം. സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും അല്ലേ പോയി മേടിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സംതൃപ്തി എന്നൊരു കുർബാന സ്വീകരണത്തിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണെങ്കിലും സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് മറ്റുള്ളവർ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംതൃപ്തി കിട്ടാൻ ഏറ്റവും നല്ലൊരു ഉപാധി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുകയാണ്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് അമ്മയ്ക്ക് സംതൃപ്തിയുണ്ട്. അമ്മ ഒരിടത്തും പരാതി പറയുന്നില്ല. എവിടെയെങ്കിലും അമ്മ പരാതി പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ടോ? നമുക്ക് അമ്മേനെ നമ്മൾ പരിചയപ്പെടുന്നത് കാലിത്തൊഴുത്ത് മുതലാണ് അല്ലേ? ആ കാലിത്തൊഴുത്ത് അല്ലെ മംഗളവാർത്ത മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാലഘട്ടങ്ങളിൽ അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നുപോയ അമ്മ എവിടെയെങ്കിലും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അമ്മയുടെ ഉണ്ടായിരുന്ന ഒത്തിരി ഗുണങ്ങളുടെ പൂർത്തീകരണമാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു ഗുണമാണ് സംതൃപ്തി. നമുക്ക് സംതൃപ്തി കുറയുമ്പോഴാണ് നമ്മൾ പിറുവിറുക്കുന്നത്. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അത് വിരുന്നാണ്. ആ വിരുന്ന് ഒരു തവണയേ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഓരോ കാലഘട്ടത്തിലും ഈശോ പറയുന്നുണ്ട്. 1500 സംതിങ്ങിലാന്ന് തോന്നുന്നു വിശുദ്ധ മാർക്കറ്റ് മേരി അൽക്കൊക്കിനോട് പറയുന്നുണ്ട് ഈശോയുടെ തിരുഹൃദയം കാണിച്ചിട്ട്. ആ തിരുഹൃദയത്തിൻ്റെ രൂപം നമ്മളെല്ലാ വീടുകളിലും തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. വീണ്ടും ഈശോ 1935 വർഷങ്ങളിൽ ഈശോ വിശുദ്ധ പൗസ്തീനോട് പറയാണ്, ഈ കരുണയുടെ രൂപം എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും അവിടെ ആ കുടുംബം ഞാൻ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ നിങ്ങൾക്കും മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ട് സാധിക്കാനായിട്ട് ഈശോയെ കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്ന് തോന്നും. അതുകൊണ്ട് ഈ കരുണയുടെ രൂപം അത് പ്രത്യേകിച്ച് ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ജേസു ഉവാൻ ടോബി എന്നൊക്കെ പറഞ്ഞത് മാത്രമേ ഉള്ള പടം വേണം നമ്മൾ വയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ഈശോ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ 3 മണി സമയത്ത്, അച്ഛൻ എന്നും ഇവിടെ പറയുന്നത് കേൾക്കാറുണ്ടല്ലേ, 3 മണി സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ കരുണ കിട്ടുന്ന സമയമാണ്. ക്ലോക്കിൽ 3 മണി അടിക്കുമ്പോൾ ഈശോയെ പീഡാനുഭവത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ
ഈശോ നമ്മളുടെ ജീവിതത്തിലേക്ക് കരുണ ചൊരിയുന്നത്. അപ്പം നമുക്ക് പൂർവികർക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്ത് വേണ്ടിയിട്ടൊക്കെ പറയാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അത് എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുക? 33 പ്രാവശ്യം. അത് നമ്മൾ 33 പ്രാവശ്യം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കടപ്പാടുണ്ട്. ഈശോയിൽ ശരണപ്പെടുന്നതിനനുസരിച്ചാണ് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. ഉച്ചക്കത്തെ 3 മണി നമ്മുടെ ജീവിതത്തിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാവിലത്തെ 3 മണി പൂർവികർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ പ്രഭാതത്തിൽ സാധിക്കുന്നവർ, ആരോഗ്യം അനുവദിക്കുന്നവർ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. ഉച്ചയ്ക്കത്തെ 3 മണി എവിടെ ആയാലും ചിലപ്പോൾ നമുക്ക് കരുണയുടെ ജപമാല ഫുള്ള് ചെല്ലാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ നമ്മുടെ കുരിശിൻ്റെ വഴി ചെല്ലാൻ പറ്റില്ല ഒക്കെ ആണെങ്കിലും ആ നേരത്ത് ഉള്ളിലൊന്ന് പറയാം, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ആരുടെ കൂടെയാണോ ഏത് സാഹചര്യമാണോ അവർക്കും കൂടി ആ കരുണ കിട്ടും. അപ്പോൾ അതുകൊണ്ട് കരുണയുടെ ജപമാല ചെല്ലുക. അതുപോലെ തന്നെ നമ്മളോട് ആരെങ്കിലും വന്ന് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധിക്കണം അവർക്ക് വേണ്ടിയിട്ട് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ. പ്രേക്ഷിതരായ നിങ്ങൾ വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ ഞാൻ നിങ്ങളെ സമർപ്പിച്ചിട്ട് 9 കരുണക്കൊന്തയൊന്നും ചൊല്ലി തരില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്, സമയമുണ്ട്, അറിവുണ്ട്, ബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് മേടിക്കണം. ഈശോ കൈ പിടിച്ചുകൊണ്ടിരിക്കേണ്ട എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലേ. അപ്പോൾ അത് നമുക്ക് ഈശോ പറഞ്ഞില്ലേ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടു. ഈശോ തരാനായിട്ട് കയ്യിലിരിക്കേണ്ട ഈശോയുടെ എല്ലാം ഉണ്ട്. അത് നമ്മൾ പിടിച്ചു മേടിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. കൊച്ചുകുട്ടികളെ പോലെ കരഞ്ഞും പിടിവാശി പിടിച്ചുമൊക്കെ ഈശോയുടെ അടുത്തുനിന്ന് മേടിക്കാം. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈശോ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ അടുത്തൊരു കാര്യം കൂടെ പറയാൻ ഒരു ഇൻസ്പിറേഷൻ ഉള്ളത്, എന്താ പറയുക, ഈ ബലിപീഠത്തിലൊക്കെ വന്ന് തൊടരുത് കേട്ടോ. അത് അതിവിശുദ്ധമായ ഒരു സ്ഥലമാണ്. അപ്പം നമുക്കൊന്ന് തോന്നും ഒന്ന് തൊട്ടാലോ ഒന്ന്. തൊടരുതേ. കാരണം നമുക്കറിയാം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് പേടകം ഈശോനെ കൊണ്ട് പോകുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു, അപ്പോഴത്തേക്കൊന്ന് തൊട്ടു. അത് അയ്യോ സ്വാഭാവികമല്ലേ, പേടകം അറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി അവർ കയറി പിടിച്ചു. പക്ഷേ അവർ മരിച്ചു. അതുകൊണ്ട് അത്രയും അതിവിശുദ്ധമായ സംഭവമാണ് ഈ വിശുദ്ധ കുർബാന. ഈശോ ആ പരസ്യമായി എഴുന്നള്ളിച്ച് വെച്ചിരിക്കുമ്പോൾ അരളിക്കയിലോ അവിടെയൊന്നും പോയിട്ട് തൊടണ്ട. നമുക്ക് അങ്ങനെ തൊടണം എന്നുണ്ടെങ്കിൽ അച്ഛന്മാർ ആരാധനയുടെ സമയത്തൊക്കെ അച്ഛന്മാർ അനുവാദത്തോടെ കൊണ്ടുവരും. നിങ്ങളിതിൽ തൊട്ട് പ്രാർത്ഥിച്ചോ തൊട്ടോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലപ്പോഴും കാണാമല്ലേ, ആരാധനയുടെ സമയത്തൊക്കെ ആൾക്കാർ തല്ലും കൂടിയിട്ട് ഈശോയെ തൊടാൻ പോകുന്നുണ്ട്. കാരണം ശക്തി പുറപ്പെടുന്ന ഒരു സമയമാണത്. അത് വൈദികർ കയ്യിൽ പിടിച്ച് കൊണ്ടുവരുന്ന സമയത്താണ്. അല്ലാണ്ട് വെറുതെ ഇവിടെ ഇങ്ങനെ ഈശോ ഇരിക്കുമ്പോൾ അനാധാരവോടെ പോയി ഈ ഈശോനെ തൊടാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹങ്ങൾക്ക് കാരണമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ കളഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വരികയില്ല. അതുപോലെ തന്നെ ഈ ഇവിടെ ഇരിക്കുന്ന അരളിക്കയിലിരിക്കുന്ന ഈശോ നമുക്ക് എളുപ്പം നോക്കുമ്പോൾ ഒരു ഗോതമ്പപ്പം അല്ലേ. യോഹന്നാൻ 12:12 ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ കൂടുതൽ ഫലം പറയും. അങ്ങനെ അഴിഞ്ഞതാ അല്ലേ സ്വർഗത്തിലിരുന്ന ഗോതമ്പ് മണി. സ്വർഗത്തിലിരുന്ന ഈശോ ഭൂമിയിലേക്ക് വന്നു. ബെത്ലഹേമിൽ ജീവിച്ചു. നസറത്തിൽ 30 വർഷം ജീവിച്ചു. 3 ദിവസം പരിശ്രമിച്ചു. അവസാനത്തെ ആ പീഡാസഹനങ്ങൾ മുഴുവനും നമുക്ക് ആർക്കും സാധിക്കത്തില്ല. പറ്റുമോ? നാളെ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട്, അല്ല കൂടെ നടക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, കൂടെ നടക്കുന്നവൻ എന്നെ തള്ളിപ്പറയും, ഇതൊക്കെ എല്ലാം അറിഞ്ഞ് അവസാനം എന്താ പറയുക, പീലാത്തോസിൻ്റെ വീട്ടിലെ ചമ്മട്ടിയടി, അത് കഴിഞ്ഞ് ഡ്രസ്സ്, കുരിശിലെ മരണം, ഇതെല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന അപ്പമാണിത്. ഇത് വെറും ഒരു ഗോതമ്പപ്പം അല്ല. ഇത് ഇടിച്ചു പിഴിഞ്ഞെടുത്ത അഴുകി ഇല്ലാതായ ഒരപ്പമാണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ. അവന് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഈ ഈ ഓസ്തി ഉണ്ടാക്കുന്നത് ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എങ്ങനെയാണ് ഈ ഓസ്തി ഉണ്ടാക്കുന്നതെന്ന് മേരി സിസ്റ്റർ ഞാനും ഒരുപക്ഷെ അറിയുന്നവരുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അറിയാമോ? ഞങ്ങളൊക്കെ സഭയിൽ വരുന്ന സമയത്ത് ഈ ഓസ്തി ഉണ്ടാക്കണം. ഞങ്ങളുടെ പണിയാണ് ഓസ്തി ഉണ്ടാക്കുക. പ്രിയപ്പെട്ടവരെ, ഗോതമ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ വെള്ളത്തിൽ 7 മണിക്കൂർ ആദ്യം വെള്ളത്തിലിടും. ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ആ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും 7 മണിക്കൂർ ഇടും. അങ്ങനെ ഒരു 5 പ്രാവശ്യം തോന്നുന്നു ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് പിഴിഞ്ഞെടുക്കും.
പിഴിഞ്ഞെടുത്തിട്ട് അതിനായിട്ട് പ്രത്യേക ടൈപ്പ് തുണികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പരിശുദ്ധമായ തുണിയിൽ പിഴിഞ്ഞെടുത്ത് അത് വീണ്ടും അവിടെ വെച്ച് ആ വെള്ളം വീണ്ടും ഒരു 7 മണിക്കൂർ കഴിയുമ്പോൾ ഊരുന്നതും മാറ്റി അങ്ങനെയാണ് ഇത് വെള്ള അപ്പമായിട്ട് വരുന്നത്. ഞാൻ എവിടെയോ പിയാത്തിലോ അവിടെ ചെന്നപ്പോൾ അവർ പറയാ ഗോതമ്പിൻ്റെ അപ്പമുണ്ട്, മൈദയുടെ അപ്പം അല്ല, ഗോതമ്പിൻ്റെ അപ്പമുണ്ട്, മൈദയുടെ അപ്പമുണ്ട്. സോറി, മൈദപ്പടം ഗോതമ്പിൻ്റെ അപ്പമൊന്നുമില്ല, ഒരപ്പമുള്ളൂ. അത് ഇത്രമാത്രം ഇടിച്ച് പിഴിഞ്ഞെടുത്താലാണ് ഈ തൂവെള്ളത്തിൽ ഈ വെള്ളയായിട്ട് നമുക്കൊരു ഗോതമ്പ് എടുത്തിട്ട് നമ്മൾ ദോശയിട്ട ഇതുപോലെ ഇരിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ അതിന് പ്രത്യേക ഒരു അച്ചുണ്ട്. ആ അച്ചിൽ നമ്മൾ ഒരു കണക്കുണ്ട്, ഒരു സ്പൂണുണ്ട്. ആ സ്പൂണിലൊഴിച്ച് അത്ര തീയിൽ വെന്തെടുക്കുന്ന ഒരപ്പം ഇവിടെ വരും. ആ അപ്പത്തെയാണ് വീണ്ടും ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങൾ നടത്തിയ ഒരു കുശുദ്ധ കുർബാനയിലൂടെയാണ് വീണ്ടും ഈശോ തിരുവോസ്തിയായിട്ട് മാറുന്നത്. അപ്പോൾ വെറും ഒരു ഗോതമ്പപ്പം അല്ല ഇത്. അത്രമാത്രം ജീവിതം പോലെ തന്നെ ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന ഒരു ഓസ്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ് തിരുവോസ്തിയാണ്. അപ്പോൾ ആ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴും ഈശോയെ തൊടുമ്പോഴും ഒക്കെ നമുക്ക് അത്ര അനുഗ്രഹം നമ്മുടെ കയ്യിലേക്കൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളെങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഈശോ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ നോക്കിയിരിക്കല്ലേ. നമ്മൾ ഈശോയുടെ ഒത്തിരി കാര്യങ്ങൾ പറയും. ഈശോയത്തോട് എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല, എനിക്കൊന്നും ചോദിക്കാനില്ല, വേണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി പറയാം. ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, ഇന്ന് ഒരാത്മാവിനെയെങ്കിലും നീ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകണേ, എൻ്റെ ഈ പ്രാർത്ഥനയുടെ ഫലം എന്നൊക്കെ പറഞ്ഞാൽ ഈശോ നമ്മുടെ നാവിൽ സ്പർശിച്ചിരിക്കുന്ന ഈശോയോട് പറഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒക്കെ പ്രാർത്ഥിക്കാനായിട്ടും പിന്നെ ഈശോയെ കുറേ സ്നേഹിക്കാൻ വേണ്ടി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു അമ്മ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ സ്പിരിച്വൽ ഷെയറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പറയാം, ഈശോ ഉണ്ടല്ലോ അടുത്ത് വന്നു കഴിയും, ഞാൻ ഈശോ സ്വീകരിച്ചിട്ടേ ഞാൻ ഒരു ഉമ്മ കൊടുക്കും, ഒരു ചക്കരമ്മ കൊടുക്കും. അവർ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലോ? ഈശോ കയ്യിലേക്ക് വന്നു കഴിഞ്ഞ് ഈശോയെ പിടിച്ച് കയ്യിൽ വെച്ചിട്ട് ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കണം ഈശോ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം ഈശോ ചക്കരമ്മ. പ്രിയപ്പെട്ടവർ, ആ സിസ്റ്റർ അത് പറഞ്ഞതിന് ശേഷമാണ് ഞാനത് ഇത്രയെങ്കിലും ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ആ കാര്യത്തിലൊന്നും അല്ലായിരുന്നു. വയൽ വെച്ചിട്ട് പിന്നെ അത് കൈ പിടിച്ചുകൊണ്ട് നടക്കരുത് കേട്ടോ. നമ്മൾ ഈശോയെ കൈ പിടിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞുള്ള കെട്ടിയ അപ്പോൾ തന്നെ നമ്മൾ ഈശോയെ നാവിലേക്ക് വെച്ചോളൂ. നാവിലെത്തിയതിന് ശേഷം ഈശോയോടൊക്കെ പറഞ്ഞ് ഈശോയിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഈശോയോടെ ആയിരിക്കാനായിട്ട് ശ്രമിക്കാം. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കരുണ പ്രവർത്തിക്കാൻ പറ്റുന്നത്? പ്രാർത്ഥന. ഈ 3 കാര്യം ചെയ്താലേ ഉള്ളൂ നമ്മുടെ പ്രവൃത്തി കരുണയുള്ള പ്രവൃത്തിയായി മാറണമെന്നുണ്ടെങ്കിൽ. ഒരു ഭിക്ഷക്കാരനെ കണ്ടു, അവനൊരു 10 രൂപ കൊടുത്ത് വെച്ച് പോയാലൊന്നും നമ്മൾ കരുണയുടെ പ്രവൃത്തി ആയില്ല. അയാളെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ച് ചേട്ടാ സുഖമാണോ എന്താ എന്നെങ്കിലും ഒന്ന് ചോദിക്കാം. ചിലരോട് ചോദിക്കും, സൂക്ഷിച്ച് പറയണേ കേട്ടോ. മയക്കുമരുന്ന് കഴിച്ച് വരുന്നവരോടാണെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ വിശേഷം വേറെ കിട്ടും. വിവേകം എന്ന് പറഞ്ഞൊരു സംഭവം കയ്യിൽ വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വീട്ടിൽ അകത്തേക്ക് കയറ്റി ഇരുത്താനൊക്കെ പോയിരുത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ മാലയും കൊണ്ടുപോയി അല്ല അടിച്ചു പൊളിച്ചിട്ട് എന്നെ എന്നൊന്നും പറയരുത്. അപ്പോൾ ആദ്യമേ രാവിലെ തന്നെ പരിശുദ്ധാത്മാവിനോട് വിവേകം മേടിച്ചേക്കണം. വിവേകം ഉണ്ടായിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടൂ. അപ്പോൾ അതുകൊണ്ട് അവരോട് ചെയ്തു, അവരെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈശോ ഇന്ന് ഞാൻ എൻ്റെ ചിലപ്പോൾ പേരൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റിയാലും ചോദിക്കേണ്ട, ഞാനിന്നൊരു 10 രൂപ കൊടുത്ത ഈശോയ്ക്കറിയാം ഞാൻ ആ 10 രൂപ കൊടുത്ത യാചകനെ അനുഗ്രഹിക്കണേ ഈശോയെ, അയാളുടെ നന്മ പ്രവർത്തികൾ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ. സ്വർഗത്തിൽ ചിലപ്പോൾ നമ്മളെക്കാളും മുന്നേ ആളവിടെ ഇരിക്കണ്ടാവും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഭിക്ഷ കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ചെയ്യേണ്ടത്. അത് നമ്മുടെ അതൊക്കെ വന്ന് നിൽക്കുന്ന ആൾ പുറക്കേറ്റ് കിടന്ന് പോകുമ്പം എങ്ങനെ പോകുന്നു എന്നും കൂടെ നമ്മൾ ചിന്തിച്ചോളൂ. നമ്മുടെ വീട്ടിൽ വന്ന് ധർമ്മം കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്ന ആൾ ഈശോയെ മുകളിലേക്ക് നോക്കിയിട്ട് ഈശോയെ അനുഗ്രഹിക്കണേ എന്നാണോ പറയുന്നത്? കർത്താവേ അതിനെയൊക്കെ ഒന്ന് പാഠം പഠിപ്പിച്ചേക്കണേ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഈശോ പറയണില്ലേ, നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാൽ ആദ്യം സമാധാനം ആശംസിക്കണം. ആ സമാധാനം അവിടെ ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കൂടെ തിരിച്ചു പോരും. തിരിച്ചിറങ്ങി പോരുമ്പോൾ എന്ത് ചെയ്യണം? കാലിൽ പൊടി കൂടെ കൊട്ടിക്കളാം. അപ്പോൾ ഭിക്ഷക്കാരൻ പുറത്തിറങ്ങിയതിൽ കാലിൽ പൊടി കൊട്ടിക്കളഞ്ഞാൽ നമ്മുടെ ജീവിതം കൊഞ്ഞാട്ടിയാവും. അവിടെ ഭിക്ഷക്കാരൻ ഇറങ്ങി പോകുമ്പോൾ ദൈവമേ അനുഗ്രഹിക്കണേ എന്ന രീതിയിലൊന്ന് തല ഉയർത്താനായിട്ട് നമുക്ക് ഇടവരണം. അതിനുള്ള അനുഗ്രഹങ്ങളൊക്കെ ഈശോ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയെങ്കിലും സങ്കീർത്തനം വായിക്കുമോ? ബ്ലെസ്സിസ്റ്റ് പറഞ്ഞ അടിസ്ഥാനത്തിൽ വായിക്കേണ്ട, ദാനിയേലച്ചൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ വായിക്കുക. അതുപോലെ ഈശോയെ രക്തസ്രാവകരെ സ്ത്രീയെ പോലെ ഈശോയെ ഒന്ന് തൊടാനായിട്ട് പരിശ്രമിക്കുമോ? അവൾ വസ്ത്രത്തിൽ തൊട്ട പോലെ നമുക്ക് ഹൃദയത്തിലൊന്ന് തൊടാൻ പറ്റുമോ? ഒരു അനുഭവമായിട്ട് വരുമോ?
ഈശോയെ ഞാൻ തൊട്ടു. ഈശോയോട് പറയും, ഈശോ ഞാൻ എന്നെ ഒന്ന് തൊട്ടെന്നത് ആ ബ്ലെസ്സസിനോടൊന്ന് പറയാനായിട്ടാണ്, എന്നെ ഒന്ന് തൊട്ടൊരു അനുഭവം തരും ചോദിച്ചാൽ അപ്പോൾ തന്നെ ആളാ പ്രവർത്തിക്കുന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ടും ഇപ്പോൾ ഞാൻ കേട്ട സിജോച്ചൻ്റെ ജീവിതം കൊണ്ടും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന അതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തൊട്ട് പറയാം. പിന്നെ ചില സമയത്ത് നമ്മൾ തൊട്ട കാര്യം ചിലപ്പോൾ ചില കാര്യങ്ങൾ മാറാൻ, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ രോഗിയല്ല, നല്ല ഇഷ്ടംതീര അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലോ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഈശോയെ ഇതിന് ഒന്ന് സൗഖ്യപ്പെടുത്തി താന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ തന്നില്ലായിരിക്കും, തരാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിനുള്ള കപ്പാസിറ്റി ഈശോ നമുക്ക് തരും. ആ കപ്പാസിറ്റി എങ്കിലും നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഈശോനെ സ്വീകരിക്കണം. ഈശോ സ്വീകരിക്കാത്ത എത്ര മക്കളുണ്ട്. അപ്പോൾ ഈശോയോട് പറയണം, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ അവർക്കൊക്കെ ഈശോയെ സ്വീകരിക്കാനുള്ള അവസരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ ഉഴപ്പി പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ല, മക്കളോട് ബൈബിള് വായിക്കണമെന്ന് പറഞ്ഞുണ്ടായിരുന്നു, വായിക്കുന്നുണ്ടോ? പറഞ്ഞുണ്ടോ? പഠിക്കുന്ന പിള്ളേരോടൊക്കെ ഒന്ന് ബൈബിള് വായിച്ചോളൂ എന്നൊക്കെ പറയുക. ഞാൻ ഓർക്കുന്നുണ്ട്, എന്നിട്ട് പറയാം, ഈ ടൗൺ മിനിസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എന്തോരം മാറ്റം വരുത്താൻ ശ്രമിക്കണേന്നറിയോ. ഓരോ ദിവസം ഇന്ന് ഇവിടെ വന്ന് പറയണമെങ്കിൽ ജീവിച്ച് കാണിക്കാതെ, കമ്മ്യൂണിറ്റിയിൽ ജീവിച്ച് കാണിക്കാതെ ഇവിടെ വന്ന് പറയാനോ ജീവിക്കാനോ പറ്റില്ലല്ലോ എന്നോർത്ത് ജീവിത പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊന്നും മാറിക്കിട്ടാനുള്ള പരിശ്രമം മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ. ആ സിസ്റ്ററിനെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണേ. പുതിയ സൃഷ്ടി ആകണം. പുതിയ സൃഷ്ടിയായാൽ മാത്രമേ ഈശോയുടെ സാക്ഷിയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ, മറ്റുള്ളവർക്ക് അതൊരു സാക്ഷ്യമായിട്ട് തോന്നുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അസിസ്റ്റൻ്റെ പഴയ അവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി കൊടുക്കണേന്ന് എപ്പോഴെങ്കിലും എന്നെ ഓർത്താൽ അത് പറയുക. അല്ലാണ്ട് ആ സിസ്റ്ററിൻ്റെ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കാനും കൂടെ നമുക്ക് ശ്രമിക്കണം. ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് അവരെൻ്റെ കുറ്റം പറയാതെ അവനെ അനുഗ്രഹിക്കാൻ മാത്രം അഴുകുന്ന വ്യക്തികളായിട്ട് ലിസ്റ്റിലുള്ള ഓരോരുത്തരും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുറേ നേരം നിന്ന് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.